നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഇരട്ടത്താപ്പും കപട നാടകങ്ങളും ഓരോ ദിവസവും കേരളത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. കേന്ദ്രത്തിന്റെ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്ന പുതിയ UDF സർക്കാരിന്റെ ഇരട്ടത്താപ്പ് അതിഭീകരമാണെന്ന് പറഞ്ഞ് വലിയൊരു പ്രസ്താവനയുമായി വന്നിരിക്കുകയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഇത് കേട്ടാൽ തോന്നും ഈ പദ്ധതി കേരളത്തിലേക്ക് ആദ്യമായി കൊണ്ടുവരുന്നത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ആണെന്ന്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? മുൻപ് LDF ഭരണകാലത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ കേന്ദ്രത്തിൽ നിന്നും പണം ഒപ്പിയെടുക്കാൻ വേണ്ടി ഈ PM ശ്രീ പദ്ധതിയിലൂടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് ഇതേ V ശിവൻകുട്ടി തന്നെയാണ്. അന്ന് കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങാൻ വേണ്ടി ധാരണാപത്രത്തിൽ ഒപ്പിട്ട ശിവൻകുട്ടിയാണ് ഇന്ന് ഭരണം മാറിയപ്പോൾ മുഖ്യമന്ത്രി VD സതീശനും KC വേണുഗോപാലിനുമെതിരെ KM ഷാജിക്കുമൊക്കെ എതിരെ സംഘി വെളിപ്പേരുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. സ്വന്തം ഭരണകാലത്ത് ചെയ്ത കാര്യങ്ങൾ ഭരണം മാറിയപ്പോൾ മറന്നുപോകുന്ന വല്ലാത്തൊരു രോഗമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ഒന്നടങ്കം ബാധിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിന്റെ വസ്തുതകളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. കേന്ദ്രത്തിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിടില്ല എന്നൊക്കെയായിരുന്നു ആദ്യമൊക്കെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ സമഗ്ര ശിക്ഷാ അഭിയാൻ വഴിയുള്ള കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഫണ്ട് തടയുമെന്നായപ്പോൾ കേരളത്തിലെ കുട്ടികളുടെ ഭാവിയെ മുൻനിർത്തി തങ്ങൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുകയാണെന്ന് ഇതേ ശിവൻകുട്ടി പരസ്യമായി സമ്മതിച്ചതാണ്. അങ്ങനെ കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പിട്ട് പണം വാങ്ങുകയും ചെയ്തു. എന്നാൽ പാർട്ടിക്കുള്ളിൽ നിന്നും അണികളിൽ നിന്നും കടുത്ത വിമർശനം ഉയർന്നപ്പോൾ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി ഇവർ പിന്നീട് ഒരു നാടകം കളിച്ചു. ധാരണാപത്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആശങ്കകൾ പരിശോധിക്കാൻ മന്ത്രിസഭാ സമിതിയെ രൂപീകരിക്കുന്നു. അതുകൊണ്ട് താൽക്കാലികമായി ഇത് നിർത്തിവെക്കുകയാണ് എന്ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി വഴി കേന്ദ്രത്തിന് ഒരു കത്തയക്കുകയും ചെയ്തു. അതായത് ഒരു വശത്ത് കേന്ദ്രത്തിൽ നിന്നും പണം വാങ്ങാൻ ഒപ്പിടുകയും മറുപുറത്ത് പാർട്ടി അണികളെ ബോധ്യപ്പെടുത്താൻ കത്തയച്ച് നാടകം കളിക്കുകയും ചെയ്യുക. ഈ ഒരു ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നത്. ശിവൻകുട്ടി ഇപ്പോൾ വമ്പൻ കണക്കുകൾ നിരത്തിയാണ് പുതിയ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത്. 2023-24 വർഷത്തിൽ കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ട 421.62 കോടിയിൽ 188.58 കോടി രൂപ ഇപ്പോഴും കുടിശ്ശികയാണ്. 2024-25 വർഷത്തിൽ അംഗീകരിച്ച 513.54 കോടിയിൽ ഒരു പൈസ പോലും ലഭിച്ചിട്ടില്ല. 25-26 വർഷത്തിൽ ലഭിക്കാനുള്ളത് 446.01 കോടി രൂപയാണ്. അങ്ങനെ ആകെ 1158.13 കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിന് നൽകാതെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് ശിവൻകുട്ടിയുടെ ആക്ഷേപം. പക്ഷേ ഈ തുക മുഴുവൻ കേന്ദ്രം പിടിച്ചുവെക്കാൻ കാരണം എന്താണ്? നിങ്ങൾ ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പിന്നീട് നിങ്ങൾ തന്നെ മലക്കം പറഞ്ഞതുകൊണ്ടല്ലേ ഈ ഒരു ഫണ്ട് മുഴുവൻ കേന്ദ്രം തടഞ്ഞു വെച്ചത്? വെറും 265 സ്കൂളുകൾ മാത്രമുള്ള പദ്ധതി എന്ന് പറഞ്ഞ് അന്ന് നിങ്ങൾ ഇതിനെ തള്ളിക്കളയാതിരുന്നത് എന്തുകൊണ്ടാണ്? അന്ന് സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ ഫണ്ട് തടഞ്ഞുവെച്ച് കേരളത്തിലെ ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ കുട്ടികളുടെ പഠനത്തെ പ്രതിസന്ധിയിലാക്കിയത് നിങ്ങളുടെ ഈ ഒരു ഇരട്ടത്താപ്പ് നയമായിരുന്നു. അന്ന് കേന്ദ്രത്തിന്റെ പാദസേവ ചെയ്ത് ഒപ്പിട്ടിട്ട് ഇന്ന് UDF സർക്കാരിന്റെ മേൽ കുറ്റം ചാരുന്നത് എന്ത് രാഷ്ട്രീയ മര്യാദയാണ്? ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. മുൻ സർക്കാർ ഒപ്പിട്ട ധാരണാപത്രവും അതിലൂടെ വന്ന സാമ്പത്തിക ബാധ്യതകളും ഗുണങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ പുതിയ സർക്കാർ തീരുമാനമെടുക്കൂ എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ പോലെ എടുത്തുചാടി നാടകങ്ങൾ കളിക്കാനോ കേന്ദ്രത്തോട് വെറുതെ യുദ്ധം പ്രഖ്യാപിച്ച് കേരളത്തിലെ കുട്ടികളുടെ ഫണ്ട് നഷ്ടപ്പെടുത്താനോ ഈ സർക്കാർ തയ്യാറല്ല. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ അവകാശങ്ങളെ പണയം വെക്കാതെ അതേസമയം കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ ഒരു പൈസ പോലും നഷ്ടപ്പെടുത്താതെ മുന്നോട്ടു പോകാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നത്. തങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം പുതിയ സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് രാഷ്ട്രീയ ഭീതി സൃഷ്ടിക്കാൻ നോക്കുന്ന V ശിവൻകുട്ടിയുടെ ഈ പരിഹാസ്യമായ പ്രസ്താവനകളെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുകയാണ്. ചോദ്യം വളരെ ലളിതമാണ്. അന്ന് നിങ്ങൾ ഒപ്പിട്ടത് തെറ്റാണെങ്കിൽ ആദ്യം ജനങ്ങളോട് മാപ്പ് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതല്ലാതെ പുതിയ സർക്കാരിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് യാതൊരുവിധ യോഗ്യതയുമില്ല. കേന്ദ്രത്തിന്റെ PM ശ്രീ പദ്ധതിയിൽ പണം വാങ്ങാൻ വേണ്ടി അന്ന് കണ്ണും പൂട്ടി ഒപ്പിട്ടിട്ട് ഇന്ന് ഭരണം മാറിയപ്പോൾ പുതിയ UDF സർക്കാരിനെതിരെ സംഘി വിളിപ്പേരുമായി ഇറങ്ങിയിരിക്കുന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ ഇരട്ടത്താപ്പ് തികച്ചും പരിഹാസ്യമാണ്. കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഒപ്പിട്ടതെന്ന് അന്ന് ന്യായീകരിച്ച ശിവൻകുട്ടി ഇന്ന് സ്വന്തം പാർട്ടിക്കാരുടെ മുമ്പിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി കേന്ദ്രത്തിന് കത്തയച്ച് നാടകം കളിച്ച കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 1158 കോടിയുടെ കേന്ദ്ര ഫണ്ട് കേരളത്തിന് നഷ്ടപ്പെടുത്താൻ വഴിയൊരുക്കിയ മുൻ ഭരണത്തിന്റെ പാളിച്ചകൾ തിരുത്തി സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചു മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് പുതിയ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ വ്യക്തമാക്കിയത് അതീവ സ്വാഗതാർഹമാണ്. സ്വന്തം തെറ്റുകൾ മറയ്ക്കാൻ വരും ദിവസങ്ങളിൽ ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ നടത്തുന്ന ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായ മറുപടി നൽകുക തന്നെ ചെയ്യും.